ഇന്ത്യൻ ജോഗ്രഫിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയുടെ അതിർത്തികളും അതിരുകളും എന്ന് പറയുന്ന പോർഷനാണ്. അതായത് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്, ആ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിർത്തി പങ്കിടുമ്പോൾ ആ അതിർത്തികളുടെ പേരെന്തൊക്കെയാണ്, ഏതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ടാണ് ഓരോ രാജ്യങ്ങളും അതിർത്തി പങ്കിടുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ത്യയുടെ അതിർത്തികൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന 9 രാജ്യങ്ങളാണ് കാണപ്പെടുന്നത്. മൊത്തത്തിൽ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന 9 രാജ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്ന് ഓർഡറിൽ പറയാം. അതായത് പാകിസ്ഥാൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്സ്, ഇങ്ങനെ 9 രാജ്യങ്ങളാണ് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. അപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, 2 രാജ്യങ്ങൾ കടൽ വഴി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. ഏതൊക്കെയാണ്? ശ്രീലങ്കയും മാലിദ്വീപ്സും സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. നേരിട്ട് കരയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളല്ല ശ്രീലങ്കയും മാലിദ്വീപ്സും. ശ്രീലങ്ക എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും തെക്കു ഭാഗത്ത്, അതായത് തെക്ക് കിഴക്കൻ മേഖലയിലാണ് കാണപ്പെടുന്നത്. അതായത് ബംഗാൾ ഉൾക്കടലിലാണ് ശ്രീലങ്ക കാണപ്പെടുന്നത്. എന്നാൽ മാലിദ്വീപ്സ് എന്ന് പറയുന്നത് അറബിക്കടലിലാണ് കാണപ്പെടുന്നത്. അതായത് തെക്ക് പടിഞ്ഞാറൻ മേഖലയിലാണ് അറബിക്കടൽ. ആ അറബിക്കടലിലാണ് മാലിദ്വീപ്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന മാലിദ്വീപ്സും ശ്രീലങ്കയും, ഈ 2 രാജ്യങ്ങളും സമുദ്രാതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ രാജ്യങ്ങളാണ്, ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളാണെന്ന് പറയാൻ പറ്റും. ബാക്കി വരുന്ന 7 എണ്ണവും കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ ആൻഡ് ബംഗ്ലാദേശ്. ഇത്തരത്തിലുള്ളത് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണെന്ന് പറയാം. ഇനി ഈ പറയുന്ന അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിപ്പോൾ കരയെന്നോ സമുദ്രമെന്നോ വേർതിരിച്ചല്ലാതെ മൊത്തത്തിൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൈനയാണ്. അപ്പോൾ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയാണ്. ഇന്ത്യയിൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാലിദ്വീപ്സ് ആണ്. ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറിയ രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാലിദ്വീപ്സ് ആണ്. എന്നാൽ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാലിദ്വീപ്സ് അല്ല. കാരണം മാലിദ്വീപ്സ് സമുദ്രാതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. അപ്പോൾ കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭൂട്ടാൻ ആണെന്നേ പറയാൻ പറ്റും. അപ്പോൾ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന എന്ന് എടുത്തു ചോദിക്കുകയാണെങ്കിൽ അതേതാണ്? ഭൂട്ടാനാണ്. ഇനി ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ പ്രദേശം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ്. ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശാണ്. ഏകദേശം 4096 കിലോമീറ്ററോളം ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിർത്തി പങ്കിടുന്നുണ്ട്. 2ാം സ്ഥാനം എന്ന് പറയുന്നത് ചൈനയ്ക്കാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ്. 2ാം സ്ഥാനം എന്ന് പറയുന്നത് ചൈനയ്ക്കാണെന്ന് പറയാം. ഇനി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ്. അപ്പോൾ ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ഏകദേശം 106 കിലോമീറ്റർ മാത്രമേ അഫ്ഗാനിസ്ഥാനുമായിട്ട് കര അതിർത്തി പങ്കിടുന്നുള്ളൂ. ഇനി ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവെക്കുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈനയാണ്. അപ്പോൾ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം എന്ന് ചോദിച്ചാലും നമുക്ക് ചൈന പറയാം. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം എന്ന് ചോദിച്ചാലും ചൈന പറയാം. ഓക്കെ. ഇനി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ കൂടുതലിൽ നിന്ന് കുറവിലേക്ക്, അതായത് നമുക്കറിയാം കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശ് ആണെന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് കുറഞ്ഞു വരുന്ന ക്രമത്തിൽ നമുക്കൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു കോഡാണ് ബച്ചുപൻ MBA എന്ന് പറയുന്നത്. അപ്പോൾ ബച്ചുപൻ്റെ BA ആദ്യത്തെ 2 ലെറ്റേഴ്സ് ഒരുമിച്ച് എഴുതുക, ബച്ചുപൻ CH ഒരുമിച്ച് എഴുതുക, അടുത്തത് ബച്ചുപൻ പൻ ആകുമ്പോൾ PA ഒരുമിച്ച് എഴുതുക, പിന്നെ ഒരു ക്യാപിറ്റൽ ലെറ്റർ N സെപ്പറേറ്റ് എഴുതുക, MBA അത് 3 ലെറ്റർ MBA. അപ്പോൾ അത് വെച്ച് നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബച്ചുപൻ്റെ BA എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശാണ്. അതായത് ബംഗ്ലാദേശാണ് ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ബംഗ്ലാദേശ്. പിന്നെ അതിനേക്കാളും കുറച്ചുള്ളത് ചൈന. അതിനേക്കാളും കുറച്ചാണ് പാകിസ്ഥാൻ.
അതും കഴിഞ്ഞിട്ടുള്ളതാണ് നേപ്പാൾ, അത് കഴിഞ്ഞ് കുറച്ചുള്ളതാണ് മ്യാൻമർ, അത് കഴിഞ്ഞ് ഭൂട്ടാൻ, ഏറ്റവും കുറച്ച് കരാതിർത്തി പങ്കിടുന്നത് ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. അതാണ് ഏറ്റവും ലാസ്റ്റ് എ എന്ന് പറയുന്നത്. MBAയിൽ എ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ്. അതായത് ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി പങ്കിടൽ എന്ന് പറയുന്നത്. ഇനി സമുദ്രാതിർത്തി എന്ന് പറയുന്നത് ഏകദേശം 12 നോട്ടിക്കൽ മൈലാണ് സമുദ്ര അതിർത്തി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുമായിട്ട് ഓരോ രാജ്യങ്ങളും അതിർത്തി പങ്കിടുന്നു. അതായത് ഇന്ത്യയുമായിട്ട് 9 രാജ്യങ്ങളും അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ ഈ 9 രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന സമയത്ത് ഓരോ അതിർത്തിക്കും ഓരോ പേരുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോ രാജ്യങ്ങളും അവയുടെ അതിർത്തികളും അവയുമായി ബന്ധപ്പെട്ട പേരുകളും നോക്കാം. അപ്പോൾ ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒന്നാമത്തെ രാജ്യമാണ് പാകിസ്ഥാൻ. നമുക്ക് എടുക്കാം. അപ്പോൾ പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ ആ അതിർത്തിക്ക് പറയുന്ന പേരാണ് റാഡ്ക്ലിഫ് ലൈൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയുടെ പേരാണ് റാഡ്ക്ലിഫ് ലൈൻ, അതായത് റാഡ്ക്ലിഫ് രേഖ എന്നാണ് അറിയപ്പെടുന്നത്. ഇവയെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി, ഇന്ത്യ പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിരാണ് റാഡ്ക്ലിഫ് ലൈൻ അഥവാ റാഡ്ക്ലിഫ് രേഖ എന്ന് പറയുന്നത്. ഈ പറയുന്ന റാഡ്ക്ലിഫ് ലൈൻ, അതായത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിർണ്ണയിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച അതിർത്തി നിർണ്ണയ കമ്മീഷൻ്റെ ഒരു ചെയർമാൻ ഉണ്ടായിരുന്നു. ആ ചെയർമാനാണ് സർ സിറിൽ റാഡ്ക്ലിഫ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഈ പറയുന്ന റാഡ്ക്ലിഫ് രേഖ നിർണ്ണയിച്ചത്. ആ കമ്മീഷനെ ബ്രിട്ടീഷുകാർ നിയമിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാർ അന്ന് ആ ഗവൺമെൻറ്റിനെ നിയമിച്ച സമയത്ത് അന്ന് ആ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് സർ സിറിൽ റാഡ്ക്ലിഫ് ആയിരുന്നു. അപ്പോൾ 1947, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് 1947 ജൂൺ 30-നായിരുന്നു റാഡ്ക്ലിഫിൻ്റെ നേതൃത്വത്തിൽ അതിർത്തി നിർണ്ണയിക്കാനായിട്ട് തുടങ്ങിയത്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിർണ്ണയിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോഴാണ് ഈ പറയുന്ന സിറിൽ റാഡ്ക്ലിഫിനെ ചെയർമാനാക്കിക്കൊണ്ടൊരു കമ്മീഷൻ കൊണ്ടുവന്നത്. അപ്പോൾ ഈ കമ്മീഷൻ കൊണ്ടുവന്നതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം അതിർത്തി നിർണ്ണയിക്കുകയും വിഭജന രേഖ ഔദ്യോഗികമായിട്ട് പുറത്തു വരികയും ചെയ്തു. അത് പുറത്തു വന്നത് 1947 ഓഗസ്റ്റ് 17-നാണ്. അതായത് 1947 ഓഗസ്റ്റ് 15-ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. 2 ദിവസം കഴിയുമ്പോൾ ഒഫീഷ്യലായിട്ട് ഈ പറയുന്ന രേഖ നിലവിൽ വരികയാണ് ചെയ്യുന്നത്. അതായത് ഒഫീഷ്യലായിട്ട് അതിർത്തി നിർണ്ണയം കംപ്ലീറ്റ് ആവുന്നു. അതായത് വിഭജനം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച ആ രേഖ എന്ത് ചെയ്യാണ്? പുറത്തു വരികയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന സിറിൽ റാഡ്ക്ലിഫിനോ ആണ് ഇത് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു രേഖ നിർണ്ണയിച്ചത്. അതുകൊണ്ടാണ് ഈ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിന് വിളിക്കുന്ന പേര് റാഡ്ക്ലിഫ് രേഖ എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യ പാക് അതിർത്തി നിർണ്ണയ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. അപ്പം ഇന്ത്യ പാകിസ്ഥാൻ ഈ ഒരു റാഡ്ക്ലിഫ് രേഖ മനസ്സിലാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ വൈസ്രോയി എന്ന് പറയുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി റാഡ്ക്ലിഫ് ആണ്. ഇനി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയുണ്ട്. അപ്പോൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയുടെ പേരെന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയുടെ പേര് ഡ്യൂറൻ ലൈൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി, അപ്പോൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയുടെ പേരെന്താണ്? ഡ്യൂറൻ ലൈൻ എന്നാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയായിട്ടുള്ള ഡ്യൂറൻ ലൈനിനെ മോർട്ടിമർ ഡ്യൂറന്റ് എന്ന് പറയുന്ന ആളാണ് ഈ പറയുന്ന അതിർത്തി നിർണ്ണയം നടത്തിയത്. അപ്പോൾ അതിർത്തി നിർണ്ണയം നടത്തിയത് മോർട്ടിമർ ഡ്യൂറന്റ് എന്ന് പറയുന്ന ആളാണ്. മോർട്ടിമർ ഡ്യൂറന്റ് എന്ന് പറയുന്ന ആളാണ് അതിർത്തി നിർണ്ണയം നടത്തിയത്. അപ്പോൾ മോർട്ടിമർ ഡ്യൂറന്റ് അതിർത്തി നിർണ്ണയം നടത്തിയത് കൊണ്ട് തന്നെ ഈ രേഖയെ എന്തറിയപ്പെടുന്നുണ്ട്? ഡ്യൂറൻ ലൈൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഈ രേഖയെ വിളിക്കുന്ന പേരാണ് ഡ്യൂറൻ ലൈൻ. അതായത് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയാണ് ഡ്യൂറൻ രേഖ. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനുമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? അതിർത്തി പങ്കിടുന്നുണ്ട്. ആ ലൈനിന് പറയുന്ന പേരും ഡ്യൂറൻ ലൈൻ എന്ന് തന്നെയാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്, പാകിസ്ഥാനുമായിട്ടും അതിർത്തി പങ്കിടുന്നുണ്ട്. ഈ രണ്ട് രേഖകളെയും, അല്ലെങ്കിൽ ഈ രണ്ട് അതിർത്തികളെയും വിളിക്കുന്നത് ഡ്യൂറൻ ലൈൻ എന്ന് തന്നെയാണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയും അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയെയും വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ ആ ഒരു അന്താരാഷ്ട്ര അതിർത്തിയെ വിളിക്കുന്ന പേര് ഡ്യൂറൻ ലൈൻ എന്ന് തന്നെയാണ്. ഇനി അടുത്തത് ഇന്ത്യ ചൈനയിലോട്ട് വരികയാണ്. അപ്പോൾ ഇന്ത്യ ചൈന അതിർത്തിയെ വിളിക്കുന്ന പേരാണ് മക്മോഹൻ രേഖ എന്ന് വിളിക്കുന്നത്. മക്മോഹൻ രേഖ എന്നാണ് ഇന്ത്യ ചൈന അതിർത്തിയെ വിളിക്കുന്നത്.
അപ്പോൾ 1914 ബ്രിട്ടീഷ് പ്രതിനിധികൾ, അതായത് ബ്രിട്ടീഷ് ടിബറ്റൻ പ്രതിനിധികൾ ഷിംല കരാറിൽ എന്ത് ചെയ്തു, ഒപ്പുവെച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാർ ഷിംല കരാറിൽ ഒപ്പുവെച്ചു. അപ്പോൾ ഒപ്പുവെച്ച സമയത്ത് ആണ് ഈ പറയുന്ന ഇന്ത്യ ചൈന അതിർത്തി എന്ത് ചെയ്തത്, ഉണ്ടായി വന്നത്. അപ്പം ഷിംല കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷമാണ് ഈ ഇന്ത്യയും ചൈനയുമായിട്ടൊക്കെ ഷിംല കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ലൈൻ എന്ത് ചെയ്തത്, ക്രിയേറ്റ് ചെയ്ത് വന്നത്. അതായത് ഈ മക്മോഹൻ ലൈൻ എന്ന് പറയുന്ന ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്ത് വരാൻ കാരണം അതിന് ശേഷമാണ്. ഈ ഇന്ത്യ ചൈന അതിർത്തി നിർണയ സമയത്ത് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു ഹെൻറി മക്മോഹൻ. അപ്പോൾ ഇന്ത്യ ചൈന അതിർത്തി നിർണയിക്കുന്ന സമയത്ത് ബ്രിട്ടൻ്റെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു ഹെൻറി മക്മോഹൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ പറയുന്ന അതിർത്തിക്ക്, ഇന്ത്യ ചൈന അതിർത്തിക്ക് നൽകിയിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ അടുത്ത ഇന്ത്യ ചൈന കഴിഞ്ഞു, അടുത്ത വരുന്നതാണ് ഇന്ത്യ നേപ്പാൾ അതിർത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ നേപ്പാൾ അതിർത്തിയെ വിളിക്കുന്ന പേരാണ്, ഇന്ത്യ നേപ്പാൾ അതിർത്തി അതിനെ വിളിക്കുന്ന പേരാണ് മഹാഭാരത് പർവ്വതനിര എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യ നേപ്പാൾ അതിർത്തിയെ വിളിക്കുന്ന പേരെന്താണ്, മഹാഭാരത് പർവ്വതനിരയാണ് ഇന്ത്യ നേപ്പാൾ അതിർത്തി എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയുണ്ട്. അപ്പോൾ ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയെ വിളിക്കുന്ന പേരാണ്, മറ്റേതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തി, അപ്പോൾ ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയെ വിളിക്കുന്ന പേരാണ് മനാസ് സംരക്ഷണ കേന്ദ്രം. അതായത് മനാസ് എന്നാണ് ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയെ വിളിക്കുന്നത്. അതായത് ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ മനാസ് എന്ന് പറയുന്ന ഒരു കടുവ സംരക്ഷണ കേന്ദ്രമുണ്ട്. അതായത് റോയൽ ബംഗാൾ കടുവകളെയൊക്കെ സംരക്ഷിക്കുന്ന റോയൽ ബംഗാൾ കടുവകളുടെ ഏറ്റവും വലിയൊരു സംരക്ഷണ കേന്ദ്രമാണ് ഈ പറയുന്ന മനാസ് സംരക്ഷണ കേന്ദ്രം എന്ന് പറയുന്നത്. ഇത് ആസാമിലെ നാഷണൽ പാർക്കിൻ്റെ പേരാണ് ഈ പറയുന്ന മനാസ് എന്ന് പറയുന്നത്. മനാസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ആസാം എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ നാഷണൽ പാർക്ക് കൂടിയാണ് മനാസ് എന്ന് പറയുന്നത്. ഈ നാഷണൽ പാർക്ക് ആസാമിലും അതുപോലെ തന്നെ ഈ നാഷണൽ പാർക്കിൻ്റെ ഭാഗങ്ങൾ ഭൂട്ടാനിലുമായിട്ട് വ്യാപിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂട്ടാൻ ഇന്ത്യ അതിർത്തിയാണ് മനാസ് അതിർത്തി എന്ന് പറയുന്നത്. റോയൽ മനാസ് എന്നും അറിയപ്പെടാറുണ്ട് ഈ അതിർത്തിയെ. ഇനി അടുത്തത് ഇന്ത്യ മ്യാൻമർ അതിർത്തിയാണ്. അപ്പോൾ ഇന്ത്യ മ്യാൻമർ അതിർത്തി എന്ന് പറയുന്നത് പട്കായ്ബം പർവ്വതനിരകളാണ്. അപ്പോൾ ഇന്ത്യ മ്യാൻമർ അതിർത്തിയിൽ പർവ്വതനിരകളാണുള്ളത്. അപ്പോൾ പൊതുവേ ഇന്ത്യ മ്യാൻമർ അതിർത്തിയുടെ ആ ഭാഗം, അതായത് കിഴക്കൻ ഭാഗമാണ്, ആ ഭാഗത്ത് കാണപ്പെടുന്നത് മലനിരകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ മ്യാൻമർ അതിർത്തിയെ വിളിക്കുന്നത് പട്കായ്ബം മലനിരകൾ എന്നാണ് വിളിക്കുന്നത്, ഇന്ത്യ മ്യാൻമർ അതിർത്തിയെ. ഇനി അതേസമയം അടുത്തതെന്ന് പറയുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ്. അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയെ വിളിക്കുന്ന പേര് തീൻ ബഹാർ കോറിഡോർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയെ വിളിക്കുന്നത് തീൻ ബഹാർ കോറിഡോർ എന്നാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയെ വിളിക്കുന്നത്. അപ്പോൾ ഈ തീൻ ബഹാർ കോറിഡോർ എന്ന് വിളിക്കുന്നത് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശാണ് എന്ന് മാത്രമല്ല ഒരു കോറിഡോർ പോലെയാണ്, ഒരു ഡോറ് പോലെയാണ്. ബംഗ്ലാദേശിൽ നിന്ന് ഈ 3 ഭാഗവും ഇങ്ങനെ കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ അവിടേക്കൊരു പ്രവേശനം എന്നുള്ള രീതിയിലാണ് തീൻ ബഹാർ കോറിഡോർ എന്ന് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയെ വിളിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ കരാതിർത്തി കഴിഞ്ഞു, ഇനി നമ്മൾ സമുദ്രാതിർത്തിയിലേക്ക് വരികയാണ്. അപ്പോൾ സമുദ്രാതിർത്തിയിലേക്ക് വരുമ്പോൾ ഇന്ത്യ ശ്രീലങ്കൻ അതിർത്തി. അപ്പോൾ ഇന്ത്യ ശ്രീലങ്കൻ അതിർത്തിയെ വിളിക്കുന്ന പേരാണ്, ഇന്ത്യ ശ്രീലങ്കൻ അതിർത്തിയെ വിളിക്കുന്ന പേരാണ് പാക് കടലിടുക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ശ്രീലങ്കൻ അതിർത്തിയാണ് പാക് കടലിടുക്ക് അഥവാ പാക് സ്ട്രെയിറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി പാക് കടലിടുക്കിനെ പറ്റി നമുക്ക് പറയാം. അതായത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കാണ് പാക് കടലിടുക്ക്. ഇതൊരു ഇടുങ്ങിയ ജലരേഖയാണെന്ന് പറയാൻ പറ്റും. അതായത് ഇത് കരാതിർത്തിയല്ല, സമുദ്രാതിർത്തിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ജലരേഖയാണ്. ഇന്ത്യ ശ്രീലങ്ക ജലരേഖയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് പ്രസിഡൻസിലെ ഗവർണറായിരുന്ന റോബർട്ട് പാക്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ പറയുന്ന കടലിടുക്ക് പാക് കടലിടുക്ക് എന്നറിയപ്പെടുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്ക് റിലേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരുന്നത് പാക് കടലിടുക്ക് എന്ന് പറയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് റിലേറ്റ് ചെയ്യാനൊരു ടെൻഡൻസി തോന്നും. പക്ഷെ അതല്ല. ആക്ച്വലി പാക് കടലിടുക്ക് എന്ന് പറയുമ്പോൾ റോബർട്ട് പാക് അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കടലിടുക്ക്, അതാണ് ആക്ച്വലി പാക് കടലിടുക്ക് എന്നറിയപ്പെടുന്നത്. അത് ഇന്ത്യ ശ്രീലങ്കയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് എന്ന് പറയാൻ പറ്റും. ഈ കടലിടുക്ക് എന്ന് പറയുന്നത്
ആക്ച്വലി ഈ ശ്രീലങ്ക എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ കടലിടുക്ക്, അതായത് പാക് കടലിടുക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ബംഗാൾ ഉൾക്കടലിനും മാന്നാർ കടലിനും മധ്യയാണ് കിടക്കുന്നത്. അപ്പം 3 സമുദ്രങ്ങളിലായിട്ടാണ് കാണപ്പെടുന്നത്. അവിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ട്, അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് ബംഗാൾ ഉൾക്കടലുണ്ട്. അപ്പം ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അതുപോലെ തന്നെ മാന്നാർ ഉൾക്കടൽ എന്ന് പറയുന്ന 3 കടലുകൾ, അവയ്ക്ക് മധ്യേ ആണ് ഈ പറയുന്ന പാക് കടലിടുക്ക് വ്യാപിച്ച് കിടക്കുന്നത്. പാക് കടലിടുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ത്യ പരിഗണിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അടുത്ത പ്രദേശം എന്ന് പറയുന്നത് ഏറ്റവും തെക്കു ഭാഗത്തായിട്ട് കാണപ്പെടുന്നത് തമിഴ്നാടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ തമിഴ്നാടിനും അതുപോലെ തന്നെ ശ്രീലങ്കയുടെ വടക്കൻ ഭാഗം, അതായത് ശ്രീലങ്കയുടെ വടക്കൻ പ്രവിശ്യ ആയിട്ടുള്ള ജാഫ്ന ജില്ല ആണ് വടക്ക് ആയിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ശ്രീലങ്കയുടെ വടക്കായിട്ട് കാണപ്പെടുന്ന ജാഫ്ന ജില്ലയ്ക്കും തമിഴ്നാടിനും ഇടയിലായിട്ടാണ് ഈ പറയുന്ന കടലിടുക്ക്, അതായത് പാക് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇനി പാക് കടലിലേക്ക് ഒഴുകിയെത്തുന്ന തമിഴ്നാട്ടിലെ ഒരു നദിയുണ്ട്, അതാണ് വൈഗ നദി എന്ന് പറയുന്നത്. അപ്പോൾ പാക് കടലിടുക്കിലേക്ക് ഒഴുകിയെത്തുന്ന തമിഴ്നാട്ടിലെ ഒരു നദിയുണ്ട്, ആ നദിയാണ് വൈഗ നദി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ശ്രീലങ്ക ബോർഡറാണ് പാക് കടലിടുക്ക് എന്നറിയപ്പെടുന്നത്. റോബർട്ട് പാക്കിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, മാന്നാർ കടലിടുക്ക് ഇവയിൽ 3ലും ഉൾക്കൊള്ളുന്നതാണ് പാക് കടലിടുക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തമിഴ്നാട്ടിനും അതുപോലെ തന്നെ ശ്രീലങ്കയിലെ ജാഫ്ന എന്ന് പറയുന്ന ജില്ലയ്ക്കും ഇടയിലായിട്ടാണ് ആക്ച്വലി ഈ പാക് കടലിടുക്ക് കാണപ്പെടുന്നത്. ഇനി പാക് കടലിടുക്കിലേക്ക് ഒഴുകിയെത്തുന്ന നദി എന്ന് പറയുന്നത് വൈഗ നദിയാണ്. തമിഴ്നാട്ടിൽ നിന്നും ഒഴുകിയെത്തുന്ന നദിയാണ് വൈഗ നദി എന്ന് പറയുന്നത്. ഇനി അതേസമയം അടുത്തൊരു അതിർത്തിയാണ് മാലിദ്വീപ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മാലിദ്വീപ്സും കൂടെ ഉള്ളൂ. അപ്പോൾ മാലിദ്വീപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത ഒരു സമുദ്രാതിർത്തി പങ്കിടുന്ന അടുത്ത രാജ്യമാണ് മാലിദ്വീപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാലിദ്വീപ്സുമായിട്ടുള്ള വേർതിരിക്കൽ അല്ലെങ്കിൽ ആ അതിർത്തിയുടെ പേര് 8 ഡിഗ്രി ചാനൽ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 8 ഡിഗ്രി ചാനൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ 8 ഡിഗ്രി ഈ ചാനൽ എന്ന് വെച്ചാൽ എന്താണ്? ജലപാതയാണ് ചാനൽ എന്ന് പറയുന്നത്. അതായത് 2 ഭൂപ്രദേശങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന വിശാലമായതും തുറന്നതുമായിട്ടുള്ള ഒരു ജലപാതയാണ് നമ്മൾ ചാനൽ അല്ലെങ്കിൽ മാർഗം എന്നല്ലേ? ചാനൽ എന്ന് വെച്ചാൽ അർത്ഥം ഒരു മാർഗം എന്നല്ലേ? അതായത് ചാനൽ എന്നാണ് വിളിക്കുന്നത്. പരസ്പരം അടുത്ത് കിടക്കുന്ന 2 പ്രദേശങ്ങൾ, ആ 2 പ്രദേശങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന ആഴമേറിയതും വിശാലമായതും തുറന്നതുമായിട്ടുള്ള ഒരു പ്രദേശം, ആ പ്രദേശത്തെയാണ് അല്ലെങ്കിൽ ആ അതിർത്തിയാണ് നമ്മൾ ചാനൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 8 ഡിഗ്രി ചാനൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും മാലിദ്വീപ്സിനെയും തമ്മിൽ വേർതിരിക്കുന്ന ജലപാതയാണ് 8 ഡിഗ്രി ചാനൽ, അല്ലെങ്കിൽ ഇന്ത്യ മാലിദ്വീപ്സ് അതിർത്തിയാണ് 8 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ പറയുന്ന 8 ഡിഗ്രി ചാനൽ ഇന്ത്യയും മാലിദ്വീപ്സിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ്. അതായത് ഇന്ത്യയിൽ തന്നെ ലക്ഷദ്വീപ് ഉണ്ട്. ഓക്കെ, ഇന്ത്യയിലെ ലക്ഷദ്വീപാണ്, ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഭാഗമായിട്ടുള്ള ലക്ഷദ്വീപ് സമൂഹത്തിനെ മിനിക്കോയി ദ്വീപിനും ഇടയിലാണ് ഈ പറയുന്ന 8 ഡിഗ്രി ചാനൽ കാണപ്പെടുന്നത്. അപ്പോൾ 8 ഡിഗ്രി ചാനൽ കാണപ്പെടുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപ്, ആ ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിനെയും മാലിദ്വീപ്സിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് 8 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. അതായത് 8 ഡിഗ്രി ചാനൽ കാണപ്പെടുന്നത് ആക്ച്വലി ഇന്ത്യയിലല്ല, ഇന്ത്യയിലെ തന്നെ ഇന്ത്യയുടെ ഉൾപ്പെടുന്ന ലക്ഷദ്വീപിലെ തന്നെ മിനിക്കോയ് ദ്വീപിലാണ് 8 ഡിഗ്രി ചാനൽ കടന്നു പോകുന്നതെന്ന് പറയാൻ പറ്റും. അതാണ് 8 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. ഈ 8 ഡിഗ്രി ചാനലിന്റെ പഴയ പേരെന്ന് പറയുന്നത് മാലിക്കണ്ടു അല്ലെങ്കിൽ മമലേക്കണ്ടു അല്ലെങ്കിൽ ദിവേലി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. മാലിക്കണ്ടു, മമലേക്കണ്ടു, ദിവേലി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നൊരു ചാനലാണ് 8 ഡിഗ്രി ചാനൽ എന്ന് അറിയപ്പെടുന്നത്. ഇനി അതേസമയം ഇതാണ് 8 ഡിഗ്രി ചാനൽ, ഇതാണ് നമ്മുടെ അതിർത്തികൾ എന്ന് പറയുന്നത്. അതേസമയം 9 ഡിഗ്രി ചാനലും 10 ഡിഗ്രി ചാനലും ഉണ്ട്. 9 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത് മിനിക്കോയ് ദ്വീപിനെ ലക്ഷദ്വീപുമായിട്ട്, അതായത് ലക്ഷദ്വീപിന്റെ ഭാഗമാണ് മിനിക്കോയ് ദ്വീപ്. അപ്പോൾ മിനിക്കോയ് ദ്വീപിനെയും ലക്ഷദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ഈ പറയുന്ന 9 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. ഇനി അതുപോലെ 10 ഡിഗ്രി ചാനലുണ്ട്. 10 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹമുണ്ട് ബംഗാൾ ഉൾക്കടലിൽ.
അപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ കാണപ്പെടുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തെ പരസ്പരം, ആൻഡമാനെയും നിക്കോബാറിനെയും പരസ്പരം വേർതിരിക്കുന്ന, അല്ലെങ്കിൽ ആൻഡമാൻ ദ്വീപിനെയും നിക്കോബാർ ദ്വീപിനെയും പരസ്പരം വേർതിരിക്കുന്ന ചാനലാണ് 10° ചാനൽ. പക്ഷേ രാജ്യാതിർത്തി പറയുമ്പോൾ ഈ 9° ചാനലും 10° ചാനലും രാജ്യാതിർത്തിയിൽ ഉൾപ്പെടുന്നില്ല. 8° ചാനൽ മാത്രമാണ് രാജ്യ അതിർത്തിയിൽ ഉൾപ്പെടുന്നത്. ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന ചാനൽ അല്ലെങ്കിൽ അതിർത്തി എന്ന് പറയുന്നത് 8° ചാനൽ മാത്രമാണ് വരുന്നത്. ഇനി ഇത് രണ്ടും കൂടാതെ ലൈൻ ഓഫ് കൺട്രോളും അതുപോലെ തന്നെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളും ഉണ്ട്. അതായത് ലൈൻ ഓഫ് കൺട്രോൾ അഥവാ LOCയും അതുപോലെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അഥവാ LACയും കാണപ്പെടുന്നു. അപ്പോൾ എന്താണ് ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്? LOC അഥവാ ലൈൻ ഓഫ് കൺട്രോൾ. ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇന്ത്യയും പാകിസ്ഥാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചില പട്ടാള നിയന്ത്രണ അതിർത്തികളുണ്ട്. അതായത് നമ്മൾ സാധാരണഗതിയിൽ ഇന്ത്യ പാക് അതിർത്തി എന്ന് പറയുമ്പോൾ റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറയുമെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടും നിരന്തരമായിട്ട് ഭൂപ്രദേശം കയ്യേറണം എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും നല്ല സ്വരച്ചേർച്ചയിലല്ലാത്തത് കൊണ്ട് പട്ടാള നിയന്ത്രണ അതിർത്തികളുണ്ട്. അതായത് പട്ടാളക്കാർ ഈ പറയുന്ന അതിർത്തികൾ കാവലായിട്ട് നിന്ന് പട്ടാള നിയന്ത്രണത്തിന് കീഴിലുള്ള അതിർത്തികളുണ്ട്. അതിനെയാണ് ലൈൻ ഓഫ് കൺട്രോൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് ഇന്ത്യയുടെയും പാകിസ്ഥാനെയും അന്താരാഷ്ട്ര അതിർത്തിയാണ് റാഡ്ക്ലിഫ് ലൈൻ എന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിയാണ് റാഡ്ക്ലിഫ് ലൈൻ. ആ റാഡ്ക്ലിഫ് ലൈനിൽ തന്നെ കാശ്മീരിലെ ചില പ്രദേശങ്ങളുണ്ട്. അത് ഇന്ത്യക്കും പാകിസ്ഥാനും ഒരുപോലെ അവകാശമില്ലാത്ത പ്രദേശങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന കാശ്മീരിലെ ഇപ്പോൾ പാക് അധീന പ്രദേശങ്ങളുണ്ട്. അതുപോലെ അത്തരത്തിലുള്ള പാക് അധീന പ്രദേശങ്ങൾ പാകിസ്ഥാൻ്റെ അധീനതയിൽ എന്ന് പറയും, പക്ഷെ അത് നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്ന കാശ്മീർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ അതിനെയൊക്കെ വേർതിരിക്കുന്ന ഒരു പട്ടാള നിയന്ത്രണ രേഖയാണ് ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. 1947 ഒന്നാം ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ഈ പറയുന്ന ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിലാണ് 1949 ഈ പറയുന്ന പ്രദേശങ്ങൾക്കിടയിൽ ഒരു വെടിനിർത്തൽ കരാറ് വന്നു. അപ്പോൾ വെടിനിർത്തൽ കരാറിനൊക്കെ ശേഷമാണ് ഈ പറയുന്ന ആക്ച്വൽ രേഖ, അതായത് ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന രേഖയൊക്കെ എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നതെന്ന് പറയാൻ പറ്റും. ഇതാണ് ലൈൻ ഓഫ് കൺട്രോൾ. അത് ഇന്ത്യ പാകിസ്ഥാൻ നിയന്ത്രണ രേഖയാണ്, പട്ടാള നിയന്ത്രണ രേഖയാണ് ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. എന്നാൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഉണ്ട്. അപ്പോൾ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് വെച്ചാൽ ചൈന കൈവശം വെച്ചിരിക്കുന്ന പ്രദേശങ്ങളുണ്ട്. പ്രദേശങ്ങളിൽ നിന്ന് ഇന്ത്യ കൈവശം വെച്ചിരിക്കുന്ന പ്രദേശങ്ങളെ വേർതിരിക്കുന്ന ഒരു പട്ടാള നിയന്ത്രണ രേഖ. അവിടെ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള കേസാണ്. അപ്പോൾ ചൈനയും ഇന്ത്യയും ഇതുപോലെ അതിർത്തി പങ്കിടുമ്പോൾ രണ്ടുപേരും കൈവശം വെച്ചിരിക്കുന്ന ചില പ്രദേശങ്ങളുണ്ട്. തർക്കങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൈവശം വെച്ചിരിക്കുന്ന ചില പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശത്തെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഒരു നിയന്ത്രണ രേഖയുണ്ട്. അതാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥ നിയന്ത്രണ രേഖ എന്ന് വിളിക്കുന്നത്. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അഥവാ യഥാർത്ഥ നിയന്ത്രണ രേഖ എന്നാണ് ആ രേഖ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. അത് ആക്ച്വലി ഈ പറയുന്ന ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ചൈനീസ് പ്രധാനമന്ത്രിയായിട്ടുള്ള ചൗ ഇങ് ലായും കൂടി ചേർന്ന് അയച്ചൊരു കത്തുണ്ട്. അതിലാണ് ഈ യഥാർത്ഥ നിയന്ത്രണ രേഖ എന്ന് പറയുന്ന ആ ഒരു പേര് പരാമർശിച്ചത്. അതിനുശേഷമാണ് ഈ രേഖയ്ക്ക് യഥാർത്ഥ നിയന്ത്രണ രേഖ എന്നുള്ളൊരു പേര് വന്നത് എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ 1962 ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം ഈ രേഖ നിലവിൽ വരികയാണ് ചെയ്തത്. 1962 യുദ്ധത്തിന് ശേഷം നിലവിൽ വരികയാണ് ചെയ്തത്. ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്ന രേഖ നിലവിൽ വന്നു. ഈ രേഖ കടന്നുപോകുന്ന പ്രദേശങ്ങളെ കിഴക്കൻ മേഖല, മധ്യമേഖല, പടിഞ്ഞാറൻ മേഖല എന്നിങ്ങനെ 3 മേഖലകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. കിഴക്കൻ മേഖലയിൽ ഈ പറയുന്ന അരുണാചൽ പ്രദേശ്, സിക്കിം എന്നീ പ്രദേശങ്ങളും അതുപോലെ തന്നെ മധ്യമേഖലയിൽ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശും അതുപോലെ പടിഞ്ഞാറൻ മേഖലയിൽ ലഡാക്കും ഉൾപ്പെടുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം 3 ഭാഗങ്ങളായിട്ട് വിഭജിച്ചു. കിഴക്കൻ മേഖല, മധ്യമേഖല, പടിഞ്ഞാറൻ മേഖല എന്ന് 3 മേഖലകളായിട്ട് ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിനെ വിഭജിച്ചു. അതിൽ തന്നെ കിഴക്കൻ മേഖലയിൽ അരുണാചൽ പ്രദേശ്, സിക്കിം പോലുള്ള സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ മധ്യമേഖലയിൽ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളും വരുന്നുണ്ടായിരുന്നു. ഇതിൽ പടിഞ്ഞാറൻ മേഖലയിൽ ലഡാക്കും കൂടി ഉൾപ്പെടുന്ന രീതിയിലാണ് ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ത് ചെയ്തത്, തയ്യാറാക്കിയത്. ഇന്ത്യയും ചൈനയും ഔദ്യോഗികമായിട്ട് ഈ പറയുന്ന ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അംഗീകരിച്ചിട്ടില്ല. ഈ രേഖ അംഗീകരിച്ചിട്ടില്ല.
പക്ഷേ ഇപ്പോഴും ഈ പറയുന്ന ചൈനയും ഇന്ത്യയും തമ്മിൽ അതിർത്തി തർക്കത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു രേഖ തുടർന്നുകൊണ്ടേ പോകുന്നതേ ഉള്ളൂ. പക്ഷെ ഇവരെന്ത് ചെയ്തിട്ടില്ല, ഇത് അംഗീകരിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് ഇത് ഒഫീഷ്യലി എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനത്തെ ഒരു രേഖ ഉണ്ട് എന്നുള്ളത് ഒഫീഷ്യലി അംഗീകരിച്ചിട്ടില്ല ഇന്ത്യയും ചൈനയും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ അതിർത്തികളും അവയുടെ പേരുകളുമാണ് നമ്മൾ പറഞ്ഞത്.